उसके पापा आ गए कि बहन भी आ रही है इस बार तो കണ്ണയ്യൻ കുറിയും കൊണ്ട് വന്നതാ ആദ്യം തമ്പുരാനാണല്ലോ തരേണ്ടത് മോളെ ഇത് നിന്റെ കൈ കൊണ്ട് ഐശ്വര്യമായിട്ട് കൊടുക്കുക शादी के कार्ड देने आ रही ना ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, എന്താണാവോ? എടുത്ത കുയിലിപ്പെണ്ണിനെ ഇങ്ങളപ്പം കീർപ്പാക്കി നാട്ടുകൂട്ട ഓനോട് ഓളെ പോരെ കൂടി കൊള്ളാൻ പറഞ്ഞു. തമ്പുരാനിപ്പൊ പുറത്തിറങ്ങുന്നത് തലയെ കൂടി മുണ്ട് പോച്ചിട്ട വെറുതെ പറയായിരിക്കപ്പാ. എന്റെ മോൻ അത്തരം വൃത്തികേടൊന്നും കാട്ടൂല തമ്പുരാ. എന്നാൽ അവൻ തന്റെ മോൻ അല്ലായിരിക്കും. തന്നോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഇത്തവണ മാനം വെറുതെ കറുത്തിട്ടുണ്ടെന്നല്ലാതെ കാര്യമായ വർഷമൊന്നും ഉണ്ടായില്ല. പാടത്ത് പണി തുടങ്ങിയാൽ ഇവളുടെ കല്യാണത്തിന് തരാമെന്ന് പറഞ്ഞിരുന്ന പണം തരാൻ തൽക്കാലം നിവൃത്തിയില്ല. തമ്പ്ര അങ്ങനെ പറയരുത് തമ്പ്ര. നേരെ നിശ്ചയിച്ചതും കുറി എഴുതിച്ചതും ഒക്കെ തമ്പ്രാന്റെ വാക്ക് കേട്ടാ. വാക്ക് തന്നപ്പോ ഞാൻ വിചാരിച്ചോ വർഷം പണിക്കുമെന്ന്. മാടമ്പിക്കാര് വാക്ക് പറഞ്ഞാൽ മാറില്ലെന്ന് തമ്പ്രാൻ തന്നെയല്ലേ പറഞ്ഞത്? വാക്കല്ലാണ്ട് വല്ല കൈയും കാലും ഒരു മാറ്റാൻ പറ്റുള്ളൂ. തൊടിയിലും തൊഴുത്തിലും നിൽക്കാൻ ഒരു ചെക്കനെ കൊണ്ട് തന്നു വെച്ച് നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ മുഴുവൻ നോക്കിക്കൊള്ളാതെ ഞാൻ ഏറ്റിട്ടൊന്നുമില്ല. ഇക്കാര്യം പറഞ്ഞ് മേലിനി ഇങ്ങോട്ട് വരിക വേണ്ട. കേട്ടിട്ട് മതിയല്ലേ പൂജിച്ചത്? ഇനി എന്നെ കെട്ടിക്കാൻ വേണ്ടി തമ്പ്രാക്കന്മാരുടെ കാലൊന്ന് കഴി കുടിക്കണ്ട. അടിയാളന്മാർക്കും ഇല്ലേ അപ്പൊ നാണോ മാനോ ഒക്കെ? അപ്പൊ വരണെങ്കി വാ, ഞാൻ പോണു. എന്നാലും അവരത് പറഞ്ഞപ്പോ അവരിവരൊന്നും പറയുന്ന അപ്പൊ നോക്കണ്ട. എനിക്കറിയാം എന്റെ ചേട്ടന് എന്തോ വൈരാഗ്യം വെച്ച് കരിവാരി തേക്കുക. അങ്ങനെയുള്ളവരുടെ അവതാരം കൊണ്ട് എന്നെ കെട്ടിക്കുന്നതിലും ഭേദം അങ്ങ് കൊല്ലുക. വെറുതെ ഇരുന്ന നിന്നെ ഞാനാ ഓരോന്ന് പറഞ്ഞിളക്കിയത്. നിന്റെ കല്യാണം ഞാൻ നടത്തും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നിന്റെ ഉടപ്പിറന്നെന്ന് പറഞ്ഞിരിക്കുന്നത്? പൊങ്കൽ കഴിഞ്ഞല്ലേ തീയതി പറഞ്ഞിരിക്കുന്നത്. അപ്പം കുറി കൊടുത്തു. കടം വാങ്ങിച്ചെങ്കിലും ഞാൻ നടത്തും. പണി ചെയ്ത് വീട്ടാനുള്ള ചങ്കൂറ്റമൊക്കെ എനിക്കുണ്ട്. ധൈര്യമായിട്ടും ഉന്നത്തേടി ഗാന്ധാരിയമ്മ വീട്ടിൽ നിന്ന് யாரோ വന്നിരിക്കാണ്. മാണിക്കൻ ഇരിക്കെ രാജിയ മാണിക്കനും കുന്ത് ചാപ്പയാക്കി കൊടു. മാടമ്പിപ്പുരയിലെ തമ്പുരാക്കന്മാരുടെ കൂടെ പൊറുത്തതല്ലേ. ഗാന്ധാരിയുടെ പുരയിൽ വന്നിട്ട് ഒന്നും കുറവാക്കണ്ട. പൊങ്കലിഞ്ഞെത്താറായെന്നറിയാലോ. ഇക്കുറി മാടമ്പിക്കാരുടെ വണ്ടി ഓടിക്കുന്നത് മാണിക്കനല്ലെന്ന് കേട്ടു. എങ്കിൽ എന്താ എന്ത് കിട്ടും? വാത് വെക്കുന്നതിന്റെ പകുതി പോരെ? ആലോചിച്ച് പറഞ്ഞാ മതി. ആലോചിക്കാനൊന്നുമില്ല, എനിക്ക് പണം വേണം. फिर से साड़ी लेके आया उसके। ओहो फेंक दी साड़ी। ഈ ഓട്ടത്തിൽ ഗിഞ്ചിമുടക്കാരൻ ഞങ്ങളുടെ 1000 നിലവും 200 മൂരികളും 100 കറവ പശുക്കളും വാതുവയ്ക്കുന്നു. തോറ്റാൽ മാടമ്പിക്കാരുടെ മുഴുവൻ സ്വത്തും ഞങ്ങൾക്ക് തന്നിട്ട് നാട് വിട്ടോണം. തയ്യാറുണ്ടെങ്കിൽ വിളിച്ചറിയിക്കെ. മാണിക്കനാണ് ഞങ്ങളുടെ വണ്ടിക്കാരൻ. വാതുവെക്കാൻ തയ്യാർ. മാത്രമല്ല മാടമ്പിക്കാര് തോറ്റാൽ ഞാൻ എന്റെ പെങ്ങൾ യശോദാമ്മയെ എന്നിട്ടേ ഇവിടെ വിടൂ. വണ്ടിക്കാരൻ खुद ही हट जाएगा. മാണിക്ക വണ്ടി കയറ്. ഇല്ല, എനിക്ക് കഴിയില്ല. കാരണം എന്റെ തല പെരുക്കുന്ന പോലെ. സാരല്ല, 5 നിമിഷത്തെ കാര്യമുള്ളൂ. വാത് വെച്ച് കഴിഞ്ഞു. ഓടിച്ചു തോറ്റാലും ഞാൻ സഹിച്ചോളാം. ഓടിച്ചാൽ ഞാൻ തോക്കില്ല, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വണ്ടി കയറില്ലെന്ന്. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതുവരെ നന്ദിയോട് കാണിച്ചിട്ടില്ല. അതിനി വയ്യ. ഗാന്ധാരിയമ്മ എന്നോട് ക്ഷമിക്കണം. ദ്രോഹി, പരമദ്രോഹി. ചതിയാ നീ എന്നോട് കാണിച്ചത്. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണോടാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അടുത്ത നാട്ടുകൂട്ടത്തിന് നിന്നെ ഈ നാട്ടിൽ നീ പുറത്താക്കോടാ.
कौन दोषी है? फालतू में उसने उसे अपना दुश्मन बना रखा नहीं, जबकि उसने कुछ किया भी नहीं इसके कहने पे. അപ്പനെ വിറ്റ കാശുണ്ട് എന്റെ കീശയില്. എന്നെ അവൻ തോപ്പിക്കാൻ നോക്കുന്നേ. എന്റെ അടുത്ത് അവന്റെ വാശി. എടാ പുതിയ പുതിയ വാശികൾ ഓരോ ദിവസവും ഉണ്ടാക്കി ജയിച്ച് രസിച്ച ശ്രീകൃഷ്ണൻ ഇത്രയും കാലം ജീവിച്ചത്. മർമ്മത്ത് കുത്തിയത് കണ്ടില്ലേ നീ? അവിടെ വീണത് കണ്ടില്ലേ അവൻ? പക്ഷെ കാളവണ്ടി ഓട്ടം നടന്നിരുന്നേല് ഞാള് മാണിക്കന് തോപ്പിക്കും. നീ പുളുത്തും. ഓടാ. എടാ അവന്റെ വണ്ടിയുടെ ഏഴയില് തോടിയെത്താൻ ചുടയുള്ള ആമ്പിള്ളേര് ഈ ഭൂമുഖത്തോടാ. ഇന്ന് ആ പന്തയം നടന്നിരുന്നേല് മാടമ്പിക്കാർ ഈ നേരത്തെല്ലാം കെട്ടിപ്പൂട്ടി കിഴക്കമല ഇറങ്ങുമായിരുന്നു. അറിയാമോ നിനക്ക്? അപ്പോ നിനക്കത് അറിയാല്ലേ? ഇന്നീ പൊര പൊളിച്ച് വിറ്റിട്ട് അവന് വേണമെങ്കിൽ അവന്റെ പെങ്ങടെ കല്യാണം നടത്തി കൊടുക്കാമായിരുന്നു. തിന്ന ചോറിനോട് നന്ദിയുള്ളത് കൊണ്ട് അവനത് ചെയ്തില്ല. ഈ കുടുംബത്തിന് ഇതുവരെ ആരുടെയും ശാപം കിട്ടിയിട്ടില്ല. നീയായിട്ടത് വാങ്ങരുത്. ആ കല്യാണം നീ നടത്തി കൊടുക്കണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. നീ പോയി ആ കണ്ണയ്യലോട് ഇങ്ങോട്ട് വരാൻ പറ. താണു കൊടുക്കുകയാണെന്ന് കരുതണ്ട. വീണ്ടും ജയിക്കാൻ തന്നെ ആ പുറപ്പാട്. തമ്പ്രാൻ സമ്മതിച്ചത് നന്നായി. ഒന്നുമില്ലെങ്കിലും ആരുടെ മുമ്പിലും തെണ്ടാതെ ഇത് നടത്താമല്ലോ. മുഴുവൻ കേട്ടില്ലേ ഏട്ടൻ? എന്നിട്ട് പറ, വേണോ വേണ്ടെന്ന്. എന്താപ്പാ ഉള്ളു പെടക്കണ മോനെ, ഞാൻ എങ്ങനെ പറയും? ഞാൻ പറയാം, ഏട്ടൻ കല്യാണത്തിന് വരാൻ പാടില്ലെന്ന്. എന്നാലേ നടത്താൻ പറ്റൂന്ന് തമ്പ്രാന്റെ കൽപ്പനയാ. ഞാൻ വാക്ക് കൊടുത്തു മോനെ, നീ വരില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് നടത്തണ്ടേ മോനെ? വേണ്ട, ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് പാവോ ചെയ്തത്? പ്രായമായ ഒരു പെണ്ണിനെ അമ്മയില്ലാതെ വളർത്തേണ്ടി വരുന്ന ഒരു അപ്പന്റെ മനസ്സ് നിനക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ എല്ലാം സമ്മതിച്ചത്. ഏട്ടനില്ലാത്ത കല്യാണം എനിക്ക് വേണ്ട. ഏട്ടനുണ്ടാവും മോളെ, കരയണ്ട. എന്റെ മനസ്സും അനുഗ്രഹമൊക്കെ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ട്. ഞാൻ നിശ്ചയിച്ച കല്യാണമാണ്. ഞാൻ കാരണം അത് മുടങ്ങരുത്. നമ്മുടെ അപ്പന് വേണ്ടിയെങ്കിലും നീ അത് സമ്മതിക്കണം. ഏട്ടന് ദക്ഷിണ കൊടുക്കുമ്പോൾ അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്. തമ്പ്രാട്ടി കിടന്നു. ചങ്കുരുകി നിൽക്കുമ്പോ ആർക്കാ വിശപ്പ് വരുന്നേ? കല്യാണത്തിന് പോയിട്ടും സദ്യക്ക് നിന്നില്ല. ഞാനും മാണിക്കനും ഒറ്റ ഇലയിരുന്നുണ്ട് സദ്യ. എന്നോട് അവന് ദേഷ്യം കാണും. എന്നാലും സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് വന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ ഇത്ര വിഷമായി എന്നുള്ളതാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. എനിക്ക് പെങ്ങൾക്കൊരാഗ്രഹം നിന്നോട് നേരിട്ട് പറയാനുള്ള മടി കൊണ്ട് പറയാതിരിക്കുന്നതാ. എന്തായാലും നീ ഇവിടെ നിൽക്കുക. എന്നാ പിന്നെ बोलने लगे उसको. ഈ വീട്ടിലെ ഒരാളായി उसकी तरफ से बोल रहा है मेरी सिस्टर चाहती है. ചേട്ടൻ പറയുന്നത് ഞാനും ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു. വലിയ കൊമ്പത്തെ കുടുംബത്തിൽ നിന്നൊക്കെ ആൾക്കാർ പെണ്ണും കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ പണത്തിലും പ്രതാപത്തിലും ഒന്നും വലിയ താല്പര്യമില്ല. നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ്, അതല്ലേ വേണ്ടത്. ആ നിലയ്ക്ക് നിനക്ക് വേണ്ട, പാപം ചെയ്തോളാം ഞാൻ. രക്ഷിക്കാൻ നോക്കുന്നവരുടെ കാര്യം കൂടി കഷ്ടത്തിലാവുള്ളൂ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാനിത് ഉറപ്പിക്കുക ഉടനെ. മുതലാളി ഇല്ലേ അകത്ത്? ആരാ മനസ്സിലായില്ല? അത് അയാളോട് ചോദിച്ചാ മതി, അയാള് പറയും. കൃഷ്ണ, എന്തേ? കല്യാണ ചെറുക്കിനെ ഒന്ന് കാണാൻ വന്നതാ. ഒരു സമ്മാനം ഉണ്ട്. എന്നെങ്കിലും നിങ്ങളെ ഞാൻ കെട്ടുമ്പോ അണിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ആഭരണങ്ങളാ. നിങ്ങൾ വേറെ കെട്ടാൻ പോകുന്നത് കേട്ടു. അവക്ക് പൊന്നും പുടവയും കൊടുക്കുമ്പോ ദാ ഇതും കൂടി കൊടുത്തേക്ക്. കൊറേ കാലം ഇങ്ങനെ എന്നോട് ഒത്തിരി പഞ്ചാര വർത്താനം പറഞ്ഞതാ. പിന്നെ കല്യാണം വേണ്ട, പെങ്ങക്ക് വേണ്ടി ജീവിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞില്ല, കാല് പിടിച്ചില്ല, കാത്തിരുന്നതേ ഉള്ളൂ. എന്തെങ്കിലും മനം മാറണമെന്ന് സർവ്വ ദൈവങ്ങളെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്നേ വരെ മറ്റൊരു പുരുഷനെ കുറിച്ചോ കുടുംബത്തെ കുറിച്ചോ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നിട്ടിപ്പോ മോളാകാൻ പ്രായമുള്ള ഒരു പെൺകൊച്ചിന്റെ സ്വന്തം കണ്ടപ്പോ ഈ കാത്തൂനെ മറന്നു. കല്യാണത്തിന്റെ നെഞ്ചിൽ നീ ഞാൻ കളിയാക്കി പാടിയിട്ടുണ്ട്. പക്ഷെ കല്ലുകൊണ്ടൊരു കരളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഓർത്തേനെ. ഇങ്ങനെ ഒരുത്തനെ ഇത്രയും നാളും മനസ്സിലിട്ടോണ്ട് നടന്ന
कहाँ जा रही है? उसी के पास गई हो तुम?